നമസ്കാരം. ജമ്മു കശ്മീരിൽ അജ്ഞാത രോഗം പടരുന്നതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ജില്ലയായ രജൌരിയിലാണ് ആളുകളെ കൊല്ലുന്ന അജ്ഞാത രോഗം പിടിപെട്ടിരിക്കുന്നത്. ഈ അജ്ഞാത രോഗം ബാധിച്ച് 16 പേരാണ് മരിച്ചത്. ഒരാൾ ചികിത്സയിലാണ്. മരിച്ചവരുടെ ശരീരത്തിൽ വിഷപദാർത്ഥമായ ന്യൂറോടോക്സിൻ കണ്ടെത്തിയിട്ടുണ്ട്. ദുരൂഹ മരണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആഭ്യന്തര മന്ത്രാലയവും മേഖലയിൽ കരസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ജില്ലയായ രജൌരിയിലെ ബാദൽ ഗ്രാമത്തിൽ ഒരു മാസത്തിനിടെയാണ് 16 പേര് മരിച്ചത്. പനി, തലചുറ്റൽ, ബോധക്ഷയം എന്നിവയാണ് തുടക്കത്തിൽ കാണപ്പെടുന്ന ലക്ഷണം. തുടർന്ന് മസ്തിഷ്ക വീക്കവും ഉണ്ടാകുന്നുണ്ട്. ഡിസംബറിൽ ഒരു കുടുംബത്തിലെ 7 പേര് അസുഖബാധിതരാവുകയും 5 പേര് മരിക്കുകയും ചെയ്തതോടെയാണ് രോഗബാധ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് 1.5 കിലോമീറ്ററിനകത്ത് വരുന്ന 3 കുടുംബങ്ങളിൽ രോഗം പ്രകടമായി. രോഗബാധിതരിൽ നടത്തിയ പരിശോധനയിൽ ന്യൂറോടോക്സിൻ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. നാഡീ വ്യവസ്ഥയെ തകർക്കുന്ന വിഷപദാർത്ഥമാണിത്. രോഗബാധയെ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ആഭ്യന്തരം, ആരോഗ്യം, കുടുംബക്ഷേമം, കൃഷി, ജലം എന്നീ മന്ത്രാലയങ്ങളിലെയും ഫോറൻസിക്കിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് ആഭ്യന്തര മന്ത്രാലയം മന്ത്രിതല അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഉന്നത യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തിയിരുന്നു. രജൌരി പോലീസിന്റെ അന്വേഷണവും തുടരുകയാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് ഞായറാഴ്ച മുതൽ കൊട്രങ്കയിലെ ബദാൽ ഗ്രാമത്തിൽ അച്ഛനും അദ്ദേഹത്തിന്റെ 4 മക്കളും മറ്റു 2 സഹോദരങ്ങളും ഉൾപ്പെടെ 7 പേരാണ് മരിച്ചത്. ഞായറാഴ്ച ആദ്യ സംഭവം ഭക്ഷ്യവിഷബാധയാണെന്നാണ് സംശയിച്ചത്. എന്നിരുന്നാലും വ്യാഴാഴ്ച ഗ്രാമത്തിൽ നടന്ന രണ്ടാമത്തെ ദുരൂഹ മരണത്തെ തുടർന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ നടപടിയെടുക്കുകയും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും പ്രദേശത്തിന്റെ ആഴത്തിലുള്ള സർവേ നടത്തുന്നതിനും പ്രത്യേക ആരോഗ്യ സംഘങ്ങളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. രജൌരി ചീഫ് മെഡിക്കൽ ഓഫീസർ മനോഹർ റാണയുടെ മേൽനോട്ടത്തിൽ 5 ആരോഗ്യവകുപ്പ് സംഘങ്ങൾ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ സജീവമായി ശേഖരിച്ചതായും അധികൃതർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മരണത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി ഈ സാമ്പിളുകൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കും സമഗ്രമായ വിശകലനത്തിനായി ഡ്രഗ്സ് ലബോറട്ടറിയിലേക്കും അയച്ചതായി അവർ പറയുന്നുണ്ട്. ശർമ്മയും ആരോഗ്യ സംഘവും നാട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബുദാൽ MLA ജാവേദ് ഇക്ബാൽ ചൗധരി, സീനിയർ പോലീസ് സൂപ്രണ്ട് ഗൗരവ് സിഗർവാർ എന്നിവരും സ്ഥിതിഗതികൾ വിലയിരുത്താനും ഏകോപിത നടപടി ഉറപ്പാക്കാനും ഗ്രാമം സന്ദർശിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്.